പരിശുദ്ധാത്മാവിൽ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ, സ്വസ്തിയേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 വാക്യങ്ങൾ. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. Dust on my boots of 1,000 cathedrals, and I have taken my place with bended knees.
സാധാരണ വിവാഹ വാഗ്ദാനത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവാനുഗ്രഹമാകുന്ന ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും
അധ്യായം 17 1-5. 6 ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് അവൻ ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവമുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധോളമായി. മോശയും ഏലിയായും സംസാരിക്കുന്നതായി അവർ കണ്ടു. പത്രോസ് യേശുവോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെയായിരുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമെങ്കിൽ ഞങ്ങൾ ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ മേഘമെന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്നായി ഇങ്ങനെ ഒരു സ്വരമുണ്ടായി, ഇവന്റെ പ്രിയപുത്രൻ, ഇവരെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്കുകൾ കേൾക്കുവിൻ. ഇത് കേട്ടിട്ടും ശിഷ്യന്മാർ കടന്നിരുന്നു. അവർ ഭയപ്പെടുകയായിരുന്നു. യേശു അവരെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, ഭയപ്പെടില്ല. അവൻ കണ്ണെടുത്ത് നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും അവിടെ കണ്ടില്ല. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സ്വതന്ത്രങ്ങളെ മാത്രമേ വിവാഹം നിശ്ചയിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഈ വിവാഹ വാഗ്ദാനം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അവസരം സഭ നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് നിങ്ങൾ മനോബോധം വ്യക്തമാക്കുകയും. സെബാസ്റ്റ്യൻ നിയമവും തിരുസഭയുടെ നടപടിയനുസരിച്ച് യുവാവിന്റെ പ്രദാശത്തിലൂടെ സാറാമയെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. സാധാരണ നിയമവും തിരുസഭയുടെ നടപടിയനുസരിച്ച് യുവാവിന്റെ പ്രദാശത്തിലൂടെ സെബാസ്റ്റ്യനെ ഇതിന്റെ ഭക്തമായി സ്വീകരിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തു. സാക്ഷികളും വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ നിശ്ചിത അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്തേ. ഈ വാഗ്ദാനം നിങ്ങളെ സഹായിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഭയെ നിർമ്മലമായി കർത്താവേ, വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ലാസമയിൽ അങ്ങനെ കാലത്തിന്റെ വലകയിൽ തന്നെ ഞങ്ങളുടെ അമ്മയാമത്തിന്റെ തിരുക്കുടുംബത്തിന്റെ നാഥനായ മായേശുപിതാവിനെയും ഞങ്ങളുടെ പിതാവായ തോമാസുകാരെയും പ്രാർത്ഥനയുടെ വാഗ്ദാനം സഫലമാകട്ടെ. സകല വിശുദ്ധരെയും ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരെയും വാഴ്ത്തപ്പെട്ടവരെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവത്തിന്റെ പരിപാലനയെ നിങ്ങൾ ചെയ്ത വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്നെ വലുതുകയും ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനകളാൽ സുസ്ഥിരപ്പെടുത്തുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്തേ. അബ്രഹാമിനെയും സാറായെയും ഇസ്ഹാക്കിനെയും റബീക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംരക്ഷിച്ചതും നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും ഭദ്രമാകട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയുടെയും ആത്മീയമായ വെറുപ്പത്തോടുകൂടി ലോകാവലം പ്രകാശിക്കായി അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ ശക്തരാകട്ടെ. നിങ്ങളെ സ്നേഹത്തിൽ വളർത്തി മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഈ ചെറുപ്പ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. And I'd choose you in 100 lifetimes. I'd choose you in 100 worlds. I'd find you. Once again, good afternoon.
ഡിയർ ഗസ്റ്റ്, ഇന്ന് ഒരു ആഘോഷത്തിന്റെ ദിവസമാണ്. ഡോണയും സെബിനും അവർ അന്നാകാൻ പോകുന്നു എന്ന് സമൂഹത്തിനും കുടുംബാംഗങ്ങൾക്കും മുൻപാകെ കൈപിടിച്ച് മനസ്സമ്മതം അറിയിച്ച ദിവസം. ഇനി അങ്ങോട്ട് ജീവിതാവസാനം വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടാകും, നിനക്ക് തുണയായി ഞാൻ ഉണ്ടാകുമെന്ന് ഡോണ സെബിനും, സെബിൻ ഡോണയ്ക്കും വാക്കുകൊടുത്ത ദിവസം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ പ്രതിഷ്ഠിത വരനും വധുവും ബ്രൈഡ് ടു ബി ആൻഡ് ഗ്രൂം ടു ബി ഡോണയും സെബിനും ഉടനെ തന്നെ ഓഡിറ്റോറിയത്തിനകത്തേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അവർ ഓഡിറ്റോറിയത്തിന് പുറത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. സോ പുറത്ത് നിൽക്കുന്ന എല്ലാവരും, ബാക്ക് സൈഡിലൊക്കെ നിൽക്കുന്ന എല്ലാ ഗസ്റ്റും ദേവിയുടെ മുന്നിലേക്ക് കയറിയിരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്, റിക്വസ്റ്റ് ചെയ്യുകയാണ്. ബിക്കോസ് നമ്മുടെ bride to be and groom to be, they are about to enter their betrothal stage. നമുക്ക് എല്ലാവർക്കും നിറഞ്ഞ കൈയ്യടി കൊടുത്തുള്ള ഡോണയും സെബിനെയും സ്വാഗതം ചെയ്യാം. Let's all invite the newly betrothed couple, Donna and Sebin, to their betrothal stage. I will, when the sky is falling, I promise you I'm all in, no ഡോണയും സെബിനെയും നമുക്ക് എല്ലാവർക്കും പേഴ്സണലി അറിയാം. എന്നാൽ പോലും ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു ഇൻട്രൊഡ്യൂസ് ദം, ബോത്ത് ഓഫ് ദം ഇൻ ഫ്രണ്ട് ഓഫ് യു. ഇവരെ രണ്ടുപേരെയും നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ്. സോ നമ്മുടെ പ്രിറ്റിയസ്റ്റ് ബ്രൈഡ് ടു ബി മിസ് ഡോണ BS. ഡോണ വേളുവടക്കേതിൽ കുടുംബാംഗമാണ്. ഷീ ഈസ് വർക്കിംഗ് ആസ് നഴ്സ് ഇൻ അയർലൻഡ്. ആൻഡ് നമ്മുടെ ഹാൻസം ഗ്രൂം ടു ബി മിസ്റ്റർ സെബിൻ വർഗീസ്, വെള്ളരിക്കുണ്ട് ഇടവക വണ്ടനാനിക്കൽ കുടുംബാംഗമാണ്. ആൻഡ് ഹീസ് ആൻ ഇന്റീരിയർ ഡിസൈനർ വർക്കിംഗ് ഇൻ പയ്യന്നൂർ. ഇവർ രണ്ടുപേർക്കും the prettiest group to be and bride to be, ഇവർക്ക് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി കൊടുക്കാമോ? ഓക്കെ, നമ്മുടെ ഒഫീഷ്യൽ സെറമണീസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇവരെ രണ്ടുപേരുടെ ഫാമിലി മെമ്പേഴ്സിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാനുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഈ ഒരു സന്തോഷത്തിലേക്ക്, ഇവരുടെ ബെട്രോത്തൽ സ്റ്റേജിലേക്ക് ഇരട്ടി സന്തോഷമാക്കുന്നതിന് വേണ്ടി ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടി ഏറെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ്. ആദ്യമായി തന്നെ ഡോണയുടെ ഫാമിലി മെമ്പേഴ്സ്, ഡോണയുടെ പപ്പ മിസ്റ്റർ റോയ് സാമുവൽ ആൻഡ് ഡോണയുടെ മമ്മി മിസ്സസ് മോളി സാമുവൽ, രണ്ടുപേരെ നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സെബിന്റെ ഫാമിലിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സെബിന്റെ മമ്മി മിസ്സസ് മോളി വർഗീസ് ആൻഡ് സെബിന്റെ ബ്രദർ മിസ്റ്റർ ടോമൻ, ഹീസ് ആൻ എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ. രണ്ടുപേരെ നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I welcome both of them to accompany Sebin and Donna on stage. ഈ ഒരു മൊമെന്റിൽ നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നത് സെബിന്റെ പപ്പയെയാണ്, മിസ്റ്റർ വർഗീസ് ആണ്, വർഗീസ് അങ്കിളിനെയാണ്. അങ്കിൾ 2 വർഷം മുന്നേ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. എന്നാലും എനിക്ക് തോന്നുന്നു ഈ ഒരു മൊമെന്റിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആള് വർഗീസ് അങ്കിൾ തന്നെയായിരിക്കും. സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് സെബിനെയും ഡോണയെയും പ്രതിഷ്ഠിത വരനും വധുവുമായി അവരുടെ വേഷത്തിൽ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് വർഗീസ് അങ്കിളായിരിക്കും. നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നത് കേക്ക് കട്ട് ചെയ്യുന്നതിനായി ബ്രൈഡ് ടു ബി ഡോണയെയും ഗ്രൂം ടു ബി സെബിനെയും ഞാൻ മുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടു കൂടി നമുക്കിത് വിറ്റ്നസ് ചെയ്യാം. Let me welcome Donna and Sebin to cut the cake pieces together. രണ്ടുപേരും ഇന്ന് ആരംഭിക്കുന്ന അവരുടെ ജീവിതം മനസ്സമ്മതത്തോടുകൂടി ഇന്ന് ആരംഭിച്ച അവരുടെ ജീവിതം ഒത്തിരി സന്തോഷപ്രദമാകട്ടെ, ഏറെ മധുരം നിറഞ്ഞതാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് ആശംസിക്കാം. As a newly betrothed couple, cut the cake pieces together. Let them be able to share all the sweetness, the compassion and gratitude throughout their life together. നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈയ്യടി കൊടുക്കാം for this newly betrothed couple as they are sharing the sweetness. അടുത്തതായി I request Sebin to give the cake pieces to Donna's family. ഡോണയുടെ ഫാമിലിക്ക് Sebin cake pieces നൽകുന്നതാണ്. ഒരു നല്ല കൈയ്യടി കൊടുക്കും. ഡോണയുടെ ഫാമിലിക്ക്, പപ്പയ്ക്കും അമ്മയ്ക്കും ഇന്നൊരു മകനെ കൂടി കിട്ടിയിരിക്കുകയാണ് സ്വന്തമായിട്ട്. and they are very happy for it. ഡോണ അടുത്തതായി സെബിന്റെ മമ്മിക്കും സഹോദരൻ കേക്ക് പീസസ് ഷെയർ ചെയ്യുന്നു. 2 ആൺമക്കൾ മാത്രമുള്ള വീട്ടിലേക്ക് ഡോണയെ സ്വന്തം മകളായി സെബിന്റെ മമ്മി ഇന്ന് സ്വീകരിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. every day, every moment, every breath you take, I choose you.
സെബിൻ അതേപോലെ ഇവിടെ. ഇനി ഫ്ലവേഴ്സ് യൂസ് ചെയ്യാതെ തന്നെ കുറച്ച് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും കേട്ടോ, അതിന് ആൻസർ പറയണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ന് നിങ്ങളുടെ മനസ്സമ്മതം കഴിഞ്ഞില്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ന് പള്ളിയിൽ മനസ്സമ്മതത്തിന് സാക്ഷികളായ 2 പേരുടെ പേര് പറയാൻ പറ്റുമോ? ജോയ്. ഒരാളുടെ പേര് പറ്റുള്ളൂ. ഡോള പറയാൻ പറ്റുമോ? സണ്ണി. 2 പേരും പേര് അറിയായിരുന്നു. ഓക്കെ, ഡോണ സ്കോർ ചെയ്തിരിക്കുന്നു കേട്ടോ. ഫസ്റ്റ് വൺ ഡോണ സ്കോർ ചെയ്തിരിക്കുന്നു. ആൻഡ് ഡോണയുടെ ബാപ്റ്റിസം നെയിം പറയാൻ പറ്റുമോ സെബിന്? സാറാമ്മ. ഓ, അത് ചോദിക്കണമായിരുന്നല്ലേ, സാറാമ്മ. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി ഫ്ലവർ യൂസ് ചെയ്യാം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഹു എമംഗ് യു ഹാവ് എ സ്ട്രേഞ്ച് ഹാബിറ്റ്? അതായത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് നിങ്ങളിൽ ആർക്കാണുള്ളത്? നമുക്ക് പുറത്തു പറയാനൊന്നും അങ്ങനെ പറ്റത്തില്ലാത്തൊരു ഹാബിറ്റ് ആർക്കാണുള്ളത്? ശരിക്കും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതാണ്. ഈ പുറത്ത് പറഞ്ഞ് 4 ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ച് നാണക്കേടുള്ള എന്തെങ്കിലും ഹാബിറ്റ് ഉണ്ടോ? നിങ്ങളിൽ ആർക്കാണതുള്ളത്? പറയണ്ട ഹാബിറ്റ് ഏതാണ്? ഇല്ല. ഡോണയുടെ ആൻസർ എന്താ? എനിക്കാണുള്ളത്. പുറത്ത് പറയാനുള്ള ധൈര്യം ഉണ്ടോ? ഇല്ല. ഓക്കെ, ഫൈൻ. സെബിൻ അവിടെ ഡോണ സ്കോർ ചെയ്തിരിക്കുന്നുണ്ടോ? സെബിൻ ആൻസർ വേണം, ആൻസർ ഇല്ലാന്ന് പറയരുത്. ഓക്കെ, യെസ്. Who among you remembers all the fights and its reasons? വഴക്ക് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസൺ ഓർത്ത് വയ്ക്കുന്ന ആരാണ്? അന്ന് ഡിസംബർ 14 നീ എന്നോട് അന്ന് വഴക്ക് കൂടിയില്ലേ, ഇന്ന കാരണം കൊണ്ട്. ഡോണ. സെബിൻ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? എങ്ങനെയൊരു പെട്ടൊരു മൊമെന്റ് ഡോണയുടെ മുന്നിൽ പെട്ടുപോയെന്ന് തോന്നും? ഇല്ല. സെബിൻ സേഫ് കളിയാട്ടോ ഡോണ. സെബിൻ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ ആണ്. ഡോണയെ ഭയങ്കരമായിട്ട് സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. ഒരു ഡൗട്ടും ഇല്ല അതിനകത്ത്. ഡോണ, ഐ വോണ്ട് ടു ആസ്ക് യു, ഡോണ, എന്തുകൊണ്ടാണ് അങ്ങനെ ആൻസർ? വൈ സെബിൻ? എവിടെ സെബിന്റെ പപ്പയും മമ്മി എന്തിയെ? നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ആൻഡ് കസിൻസ് നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഡൺ. Who among you remembers all the phone numbers and dates? ഫോൺ നമ്പറും ഡേറ്റും ഓർത്ത് വെച്ചിരിക്കുന്ന ആളാരാണ്? ഓൾവേസ് ഓർത്ത് വെക്കുന്ന ആൾ. ഡൺ. ഓക്കെ, ഫൈൻ. ഞാനിപ്പോ 5 മിനിറ്റിൽ എത്തും എന്ന് പറഞ്ഞ് മറ്റേ പാർട്ട്ണർക്ക് പോസ്റ്റ് കൊടുക്കുന്ന ആരാണ്? വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ 1 മിനിറ്റ് സെബിനോട് ചോദിക്കാം. സെബിൻ, അങ്ങനെ എത്ര പ്രാവശ്യം നിങ്ങൾ സെബിൻ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട് ഡോണനെ? എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ ഷെയർ ചെയ്യാൻ? ഇനി ഇങ്ങനെ പുറത്തു പോകുമ്പം വെയിറ്റ് ചെയ്യിപ്പിക്കോ? ഓക്കെ, ഓക്കെ. 10 മണിക്ക് പുറത്തു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആകുമ്പോൾ എണീറ്റാൽ മതി അല്ലേ? ഓക്കെ, ഡൺ. ഹൂ ഈസ് ലൈക്ലി ടു ഗെറ്റ് ട്രിക്ഡ്? പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുന്ന ആരാണ് നിങ്ങളിൽ? പറ്റിക്കാൻ പറ്റുമോ? പറ്റിച്ചിട്ടുണ്ടോ ഡോണനെ? സെബിൻ എന്തെങ്കിലും സംസാരിക്കണം കേട്ടോ, അത് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആണ്. എനിക്കൊന്ന് ഡോണനെ ഭയങ്കരമായിട്ട് സേവ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, ഫൈൻ. ഹു ഈസ് ഗുഡ് അറ്റ് സ്പെൻഡിങ്? പൈസ കൈ നിൽക്കുകയല്ലാത്തത് ആരുടെയാണ്? നിൽക്കുകയല്ല. ബ്രാൻഡഡ് സാധനം മേടിക്കോ അതോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മേടിച്ചങ്ങ് പോകും? മേടിക്കും, പൈസ നിൽക്കില്ല കയ്യിൽ. ഹു ഈസ് ലൈക്ലി ടു ഗെറ്റ് അപ്പ് ലേറ്റ്? ആരാണ് ഇനി മുതൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും താമസിച്ച് എണീക്കാൻ ചാൻസ് ഉള്ളതാണ്? എവിടെ? സെബിന്റെ മമ്മി ഇവിടെ. ആന്റി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഡൺ. നോട്ടഡ്. എന്താ ചേട്ടി 4 മണിക്ക് എണീക്കുവോ? അതെന്തിനാ 4 മണിക്ക് എണീക്കുന്നത്? ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനിയിപ്പോ ഡോണയ്ക്ക് ഉള്ള ചായയും ബ്രേക്ക്ഫാസ്റ്റും ഇട്ടിട്ട് പോയാൽ മതി കേട്ടോ, അല്ലേ ഡോണ? അതല്ലേ ബെറ്റർ? ഓക്കെ, ഡൺ. ഏറ്റെല്ലാം ഇത്രയും പേരുടെ മുന്നിൽ നിന്നാണ് വാക്ക് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഡൺ. ഹിയർ. സെബിൻ പഠിച്ച സ്കൂളിന്റെ പേരെന്താണ്? സെബിൻ ഹൈസ്കൂൾ പഠിച്ച സ്കൂളിന്റെ പേര്? പഠിച്ചത് സ്കൂളിന്റെ പേര് സെബിൻ ചേട്ടാ, സ്കൂളിന്റെ പേരെന്താന്ന് അറിയാമോ? സെബിൻ ചേട്ടൻ പഠിച്ച സ്കൂളിന്റെ പേര് സെന്റ് ജൂഡ് HSS. ഡോണ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, സോ ഞാനിത് ചില ഇവന്റ്സിലൊക്കെ ചോദിക്കാറുള്ളൂ, ചില റിസപ്ഷനിൽ ചോദിക്കാറുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളൊരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ട്ണറിന് ബോത്ത് ദ പാർട്ട്നേഴ്സ് എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഒക്കെ കാണുന്നുണ്ടാവും. ചില പാർട്ട്നേഴ്സിന് ചേഞ്ചസേ വേണ്ട,
ആസ് സച്ച് അവരെന്താണോ അങ്ങനെ എനിക്ക് മതി എന്നാണ് പറയാറുള്ളത്. അങ്ങനെ ഒരു ചേഞ്ച് എപ്പോഴെങ്കിലും സെബിൻ ചേട്ടനിൽ ഡോണ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ ആഫ്റ്റർ ബീങ് ഇൻ റിലേഷൻഷിപ്പ്? ഉണ്ട്. അതെന്താണെന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? 100% ചെയ്തിട്ടുണ്ട്. മ്യൂച്വലി ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എന്തും പെട്ടെന്ന് ഡിസിഷൻ എടുക്കില്ല, ഒന്ന് തിങ്ക് ചെയ്ത് ഞാൻ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്ന ആളാണ്. പക്ഷേ സെബിൻ ആലോചിച്ച് തീരുമാനിച്ചെടുക്കത്തുള്ളൂ, അതെപ്പോഴും കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഒരു പിടിവാശിക്കാരനെ ശരിക്കും ഒന്നൊരു മോയലാക്കി അല്ലേ? ഓക്കെ, ഡൺ. ഹൂ ഈസ് ലൈക്ലി ടു ഗെറ്റ് ചേഞ്ച് ബിറ്റ്വീൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്മൾ മാറിപ്പോകുന്ന ആർക്കാണ് എപ്പോഴും? അങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ? ഇയാളുടെ കയ്യിൽ ഗൂഗിൾ മാപ്പ് കൊടുത്തിട്ട് പോയിട്ട് തെറ്റിയിട്ടുണ്ടോ? ഓക്കെ. ഹണിമൂൺ എങ്ങോട്ടേക്ക് ഡോണ പ്ലാൻ ചെയ്യുന്നത്? തീരുമാനിച്ചില്ല. എന്താണ് അവിടെ എത്തിച്ചേരട്ടെ അല്ലേ? ഡോണയുടെ മാപ്പ് കൊടുത്ത് അവിടെ എത്തിച്ചേരുമോ സെബിൻ? ചിലപ്പോൾ എത്തിച്ചേരാൻ ചാൻസ് ഉണ്ടോ? ഓക്കെ, ഫൈൻ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സെബിൻ, ജസ്റ്റ് സപ്പോസ്, ഇമാജിൻ ഡോണ നല്ല പനി പിടിച്ച് കിടക്കുക, ഒരു 102-103 ഡിഗ്രി പനി. ഇപ്പൊ ഡോണ ഇങ്ങനെ പറയാ, സെബിൻ ഇച്ചായ ഒരിച്ചിരി കഞ്ഞിയും ചമ്മന്തിയും കിട്ടുമായിരുന്നെങ്കിൽ എന്റെ പനി അങ്ങ് പോയേനെ. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ് സെബിൻ, നമ്മൾ 2 പേർക്കുള്ള കഞ്ഞി ഉണ്ടാക്കി, 2 പേർക്കുള്ള നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കി. 2 പേർക്കുള്ള നെല്ലിക്ക ചമ്മന്തി എത്ര മഞ്ഞളിടും? ടേമറിക്. ചാൻസ് കുറവാ. അതെന്താ? ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മഞ്ഞൾ ഇടുകയല്ല. ഓക്കെ, ഡോണയ്ക്ക്. സെബിൻ ചേട്ടനോ? മഞ്ഞൾ ടേസ്റ്റ് ഓക്കെ ആണോ? മമ്മി എവിടെ? മോളേന്തി. സെബിന് മഞ്ഞൾ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നെല്ലിക്ക ചമ്മന്തിക്കകത്ത് മഞ്ഞൾ ഇടുന്നില്ല. ഓക്കെ, ശരിക്കും ഉണ്ടല്ലോ സെബിൻ. നമുക്ക് ഡോണോട് ചോദിക്കാം, ഡോണ എന്തോരം മഞ്ഞൾ ഇടും? മഞ്ഞൾ ഇടൂലല്ലോ അല്ലേ? ശരിക്കും സെബിൻ ചേട്ടാ നമ്മളങ്ങനെ മഞ്ഞൾ ഇടാറില്ല, മനസ്സിലായോ? ഇടൂല, അതുകൊണ്ട് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തോണ്ടല്ല. ഓക്കെ, ശരിക്കും അങ്ങനെയായിരുന്നു സെബിൻ ചേട്ടൻ ഉദ്ദേശിച്ചത് കേട്ടോ. ശരിക്കും അത് ആക്ച്വലി ഒത്തിരി റിസപ്ഷൻസിൽ, ഒത്തിരി വെഡിങ് ഇവന്റ്സിൽ ഈ മഞ്ഞളിടുന്ന കാര്യത്തിൽ ചെറിയ ഡൗട്ട് വരാറുണ്ട്. നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റുന്നില്ല. ഓക്കെ, ഇന്ന് ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടു പോവും അല്ലേ? കുഴപ്പമില്ല. എന്നാലും ചേട്ടൻ അത് അറിയായിരുന്നു, ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഓക്കെ, എനിവേസ് നമ്മുടെ ഗെയിം സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് സെബിൻ ചേട്ടാ, ഡു യു ലൈക്ക് പ്രപ്പോസ് ഹർ? ഒരു പ്രപ്പോസൽ സീൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. ഡു യു ലവ് ഡോണ എലോട്ട്? എന്തുകൊണ്ടാണ് ഡോണനെ ഇത്ര ഇഷ്ടമായത്? എന്തുകൊണ്ടാണ് ഡോണയെ സ്വന്തം ഭാര്യയായി സ്വീകരിക്കാൻ ഡിസൈഡ് ചെയ്തത്? അതിൻ്റെ കാരണങ്ങൾ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചോളാം. ഒരു 3 കാരണങ്ങൾ 3 സെന്റൻസിലായിട്ട് പറയുക, അതിനുശേഷം പ്രപ്പോസ് ചെയ്യാം. റെഡി? ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ. എൻ്റെ അമ്മയ്ക്ക് ശേഷം ഞാൻ ഇത്രയും സ്നേഹിച്ച പിന്നെ ഇതുപോലെ കെയർ ചെയ്ത് എൻ്റെ കാര്യങ്ങളെല്ലാം നന്നായി നോക്കുന്നു. പിന്നെ ഞാൻ മറന്നാലും എല്ലാ ഡേറ്റുകളും നീ ഓർത്ത് വെക്കുന്നുണ്ട്. സോ ഐ ലവ് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ദാറ്റ് വാസ് വെരി സ്വീറ്റ് അല്ലേ? ഭയങ്കര ലവ്ലി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ഒരു നല്ല കൈയടി കൊടുക്കോ? താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ ഗെയിം സെഷൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന് പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊഴിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പിന്നെ നിനക്ക് വീട് കണ്ടു മറ്റൊരു താമരക്കാട്. പിന്നെ നിനക്ക് വീട് കണ്ടു മറ്റൊരു താമരക്കാട്. അല്ലിയാമ്പൽ കടലിലെന്നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞിന്നെ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം.
much, Vishal. Thank you so much for the lovely song. With our union, we will move mountains. We will live on our knees. 'Cause He'd choose us in 100 lifetimes. He'd choose us in 100 worlds. He'd find us, and we'd say we do for the rest of our lives. With all that we have, we do, and we will, when the sky turns black and He comes back riding on the clouds. Every day and every moment, every breath we take, we choose You. Look into my eyes, dear. Look into my eyes, dear. 'Cause this is where it starts. Yes, this is where it starts. I'll give You my whole heart for my whole life. I'll give You my whole heart for my whole life. And this is where it starts. And I'll say I do for the rest of my life. With all that I have, I do, and I will, when the sky is falling. I promise You I'm all in, no turning back. Wash over me, let me fall from my surroundings. Take over me, over every rushing memory. If only for a moment. Oh, this could be my last chance. Sail on with me. Up here we know we're safe from the crashing wind. And talk to me from the lungs of the air your heart is breathing. If only for a moment. Oh, this could be my last chance. In the grip of Your arms, far from where I know. Want to see the other side.